മാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അതെല്ലാവർക്കും വലിയ അനുഗ്രഹമാണെന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം എടുത്തു പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ആമേൻ, വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ അത് കൊടുക്കുക എന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം എടുത്ത് പരിശോധിച്ചാൽ കൊടുക്കുക എന്നത് അതിൻ്റെ മൂല്യച്യുതി സംഭവിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. കൊടുക്കുന്നതിൽ സ്തോത്രം ഏറ്റവും മാതൃകയായിരിക്കുന്നത് വേറെ ആരുമല്ല, അത് സർവശക്തനായ ദൈവം തന്നെയാണ്. ദൈവം ഇങ്ങനെ പറഞ്ഞു: സ്തോത്രം, കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമ്മെ എത്ര അധികമായി സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി മറുവിലയായി തരുവാൻ സ്വന്തം കൊടുക്കുവാൻ ദൈവം മാതൃക കാണിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കുവാൻ കഴിയുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആവർത്തന പുസ്തകം 15:10 പറഞ്ഞ്: നീ അവന് കൊടുത്തേ മതിയാകും. ഹല്ലേലൂയ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. ആമേൻ. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തിയാണ്. അത് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമാണ്. എന്നാൽ നാം ഇന്ന് കൊടുക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലല്ല എന്നതാണ് സത്യം. നമ്മൾ കൊടുക്കുവാൻ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വ്യസനമുണ്ടാകും. ഇത് കൊടുക്കണോ, ഇങ്ങനെ കൊടുക്കണോ, ഇത് ചെയ്യണമോ, ഇപ്രകാരമായിരിക്കും. നമ്മുടെ സമയം കൊടുക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം കൊടുക്കുമ്പോൾ, നമ്മുടെ കഴിവ് കൊടുക്കുമ്പോൾ, നമ്മുടെ നന്മ കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വ്യസനമുണ്ട്, നമുക്ക് വിഷമമുണ്ട്, സന്തോഷത്തോടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന എന്തും അത് ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്ത് ദൈവം തരുന്നതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കിടരുത്. കാരണം കർത്താവ് നമുക്ക് തന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അധ്വാനിച്ചതോ നമ്മൾ നേടിയതോ നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല നാം കൊടുക്കുന്നത്, ദൈവം തന്നതാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ നാളുകളിൽ കൊടുക്കുന്നതിൻ്റെ അശ്രേഷ്ഠത എന്തെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് ഇടയാൽ അറിയുവാൻ കഴിഞ്ഞാൽ, ആ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിഞ്ഞാൽ നാം കൊടുക്കുന്നതിൻ്റെ നിലവാരത്തിന് മാറ്റം വരും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു: നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, കൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ കൊടുത്താൽ അതെല്ലാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ അവിടുത്തെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. മൊർദെഖായി കൊടുത്തത് സ്തോത്രം ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഒരു നിർണായക സമയം വന്നപ്പോൾ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിച്ചിട്ട് മൊർദെഖായി ചെയ്തതിനെ രേഖപ്പെടുത്തിയപ്പോൾ അവന് പ്രതിഫലമൊന്നും കൊടുത്തില്ല എന്ന് കാണുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നതെന്തും സ്തോത്രം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും യേശു ക്രിസ്തുവിനുമായിരിക്കണം. ഹല്ലേലൂയ. അല്ലാത്തതൊന്നും ദൈവം ഹല്ലേലൂയ രേഖപ്പെടുത്തത്തില്ല. എന്തുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ലഭിക്കുന്നില്ല? അനേക സ്തോത്രം ബഹുഭൂരിപക്ഷം വിശ്വാസ സമൂഹത്തിലുള്ളവരുടെ ഒരു പരാതിയാണ്, കൊടുത്തിട്ട് സ്തോത്രം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി,
തിരികെ ഒന്നും ലഭിക്കുന്നില്ല. കാരണം കൊടുത്തത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിലാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ കൊടുത്തത് ദൈവത്തിനല്ല, അതുകൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. നാം കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നതുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നാം ആമേൻ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം കൊടുക്കുമ്പോൾ ആമേൻ ആർക്കാ കൊടുക്കുന്നത്? ഇന്ന് അപ്പന് കൊടുത്താലും അമ്മയ്ക്ക് കൊടുത്താലും ആമേൻ സ്തോത്രം, സഹോദരങ്ങൾക്ക് കൊടുത്താലും ആമേൻ കണക്ക് പറയുന്നൊരവസ്ഥയുണ്ട്. കൊടുക്കുമ്പോൾ നാം കണക്ക് പറയും. കണക്ക് പറയുക എന്ന് പറയുന്നത് തന്നെ അത് ദൈവികമല്ല, സാധാന്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് കൊടുക്കാൻ പഠിക്കണം. അതാ കർത്താവ് പറഞ്ഞത്. ദൈവം നമുക്ക് തന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്വന്തം പുത്രനെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന നന്മ, ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന സമ്പത്ത്, ദൈവം തന്ന സമയം, ദൈവം തന്ന കഴിവ്, ദൈവം തന്നതെല്ലാം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കാൻ കഴിയാത്തത് എന്താണ്? ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വാങ്ങുവാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര സന്തോഷം. കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? നമ്മളതിന് പരിമിതി വയ്ക്കുകയാണ്, നമ്മളതിന് കണക്ക് പറയുകയാണ്. അമ്മേ, നമ്മുടെ ഹൃദയത്തിലൊരു വേദനയാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്നത് അമ്മേ മേൽത്തരമായതായിരിക്കും. ദൈവം നമുക്ക് മേൽത്തരമായത് തന്നിട്ട് ആമേൻ എന്തുകൊണ്ട് നമുക്ക് മേൽത്തരമായത് കൊടുക്കുവാൻ കഴിയുന്നില്ല? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? ആമേൻ, നിങ്ങളുടെ സ്ഥിതികൾ മാറണമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ആമേൻ സറാഫത്തിലെ വിധവയുടെ ഭവനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നീ ഭക്ഷണം ഉണ്ടാക്കുന്നുവെങ്കിൽ ആദ്യം എനിക്ക് തരണം. കാരണം ഞാൻ വന്നത് നീ എന്നെ പോറ്റുമെന്ന ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ്. ഹല്ലേലൂയ. നീ കഴിച്ചിട്ട് മിച്ചമുണ്ടെങ്കിൽ തരാമെന്നല്ല എന്നോട് ദൈവം പറഞ്ഞത്. നീ ഭക്ഷണം ഉണ്ടാക്കുന്നുവെങ്കിൽ ആദ്യം എനിക്ക് തരണം. ഹല്ലേലൂയ. ആദ്യം കൊടുക്കാൻ മനസ്സില്ലായിരുന്ന വിധവ ആമേൻ പ്രവാചകന്റെ വാക്കിൻ്റെ മുമ്പിൽ കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവൾക്ക് പോലും അത്ഭുതപ്പെടുന്ന നിലയിൽ, വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ അവളുടെ കലത്തിലെ മാവ് വർദ്ധിപ്പാണ്ടേ തീർന്നു, അവളുടെ കലശത്തിലെ എണ്ണ വർദ്ധിപ്പാണ്ടേ തീർന്നു. ആമേ, സന്തോഷത്തോടെ നീ കൊടുക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ നിന്റെ ആമേ സ്തോത്രം ഹല്ലേലൂയ ആരോഗ്യത്തെ കൊടുക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ നിന്റെ സമയത്തെ കൊടുക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ നിന്റെ കഴിവുകളെ കൊടുക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ നിന്റെ നന്മ കൊടുക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം അതിനെ വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ 5 അപ്പം കൊടുത്ത ആമേ 2 മീൻ കൊടുത്തൊരു ബാലൻ്റെ ആമേ 5 അപ്പത്തെ 2 മീനെയും വർദ്ധിച്ച് 15,000 പേര് കഴിക്കുക മാത്രമല്ല 12 കൊട്ട മിച്ചമെടുത്തതുപോലെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു മിച്ചമുണ്ടാകണമെങ്കിൽ, ഒരു നീക്കിയിരിപ്പ് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ, നിന്റെ ബാങ്ക് ബാലൻസിൽ എപ്പോഴും ആമേ സ്തോത്രം നന്മ കാണണമെങ്കിൽ നീ കൊടുക്കുന്നവളായി തീരണം. എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടായിരുന്നു. ഹല്ലേലൂയ. പിശുക്കെന്ന് പറയുന്നത് കൊടുക്കുന്നതിനെതിരായ ഒരു സാധാന്യ മുഖമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്നതൊന്നും പിശുക്കിയല്ല. ഒരപ്പനും മക്കൾക്ക് കൊടുക്കുന്നത് പിശുക്കിയല്ല കൊടുക്കുന്നത്. എന്നാൽ പിശുക്കുന്നൊരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. നിങ്ങളെക്കാൾ എളിയവന് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് യേശുവിന് കൊടുക്കുകയാണ്. പ്രിയരെ, നമ്മുടെ കൺസെപ്റ്റ് മാറട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. കൊടുക്കുന്ന ആ ഒരു മഹനീയമായ അനുഭവം, ഹല്ലേലൂയ, കൊടുക്കുന്ന മഹനീയമായ അനുഭവം ഇന്ന് രാത്രി എങ്ങനെയായിരിക്കുന്നു എന്നൊന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയത് കൊടുക്കുമ്പോൾ ഏറ്റവും അമേസ്തത്വം പ്രസാദമുള്ളത് കൊടുക്കുവാൻ, മൂല്യമുള്ളത് കൊടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.